വരൂ നമുക്കിന്നൊരു ആറാട്ട് കാണാൻ പോകും. അതേ ഗൈസ്, നമ്മുടെ നാട്ടിലെ ആറാട്ടാണ്. ഈ നാട്ടിലെ ആറാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പഴയതുപോലെ തന്നെ ബുള്ളറ്റിലാണ്. സോ ഈ ബുള്ളറ്റ് സ്റ്റാർട്ടാകാൻ കുറച്ച് പാടായെങ്കിലും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ നാട്ടിലെ ആറാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഭവമാണ്. കാരണം ഞാൻ കൊച്ചിലേ തൊട്ട് കാണുന്ന ഒരു ആറാട്ടാണ് എൻ്റെ ഈ നാട്ടിലെ ആറാട്ടം എന്ന് പറയുന്നത്. സോ നമ്മൾ ബുള്ളറ്റിങ്ങനെ സ്മൂത്തായിട്ട് ഒറ്റയ്ക്കിങ്ങനെ റോട്ടിൽ കൂടെ പോകണ ഭയങ്കര രസമാണല്ലേ. നമ്മൾ നേരത്തെ അവിടെ എത്തിയെങ്കിൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം സന്ധ്യാസമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പഴയ ആ ഒരു വിൻറ്റേജ് കളിപ്പാട്ടൊക്കെ എല്ലാം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് അടിച്ച ഒരു സംഭവം ആയിരുന്നു. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ കൊച്ചു പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, അവരുടെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. സോ അതിനുശേഷം ഓരോ ഐറ്റമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ കൊച്ചു കുട്ടിയാണ് തെയ്യത്തിൽ ഫസ്റ്റ് വന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കൊച്ചിൻ്റെ തെയ്യം കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പുറകെ വലിയ വലിയ തെയ്യങ്ങൾ, ഫയർ ഡാൻസ് പോലുള്ള, ഇതിൻ്റെ പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. സംഭവം തെയ്യത്തിന് ഇങ്ങനെ ഫയർ ഡാൻസ് കളിച്ചിട്ട് ആ ഒരു സെറ്റപ്പും അതും വളരെ കിടിലമായിരുന്നു. ഞാനും നമ്മുടെ ധൂവക്കുട്ടിയും കൂടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പൊളി വൈബിലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സോ അതിന് ശേഷം അവർ നമ്മൾ അടുത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇത് നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ തെയ്യം പോലത്തെ ലൈറ്റൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്ന ചേച്ചിമാരായിരുന്നു. സോ അവരെയും കാണാൻ പൊളിയായിരുന്നു. പിന്നെയുള്ള ഈ പുരാതന ഈ ഒരു പ്രതിമകൾ, ഇതും കാണാൻ വേറെ ലെവൽ തന്നെയാണ്. ഞാൻ ഇതൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിലെ ആറാട്ടിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നാട്ടിലെ ആളുകളാണ്, നമ്മുടെ കൂട്ടുകാരന്മാരാണ്, ബന്ധുക്കളാണ്, മക്കളാണ്, എല്ലാവരും കൂടെ ചേരുമ്പോൾ അതൊരു കളറായിട്ട് കാണും. ഇതാണ് അവിടുത്തെ പ്ലോട്ടം എന്ന് പറയുന്നത്. അയ്യപ്പനെ കാണാൻ പറ്റുന്നത്, ഇത് സന്നിധാനം, അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും വേറെ ലെവലായിരുന്നു. സോ ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്, പാറശാല മഹാദേവൻ എന്ന് പറയുന്ന ഈ ഒരു